ഇനി നമുക്ക് 17ാമത്തെ ശ്ലോകമാണ് നോക്കുവാനുള്ളത്. തസ്യ കർമാണ്യുദാരാണി പരിഗീതാനി സൂരിഭിഃ ബ്രൂഹി ന ശ്രദ്ധധാനാനാം ലീലയാ ദധതഃ കലാഃ. തസ്യ കർമാണ്യുദാരാണി, തസ്യ എന്ന് പറഞ്ഞാൽ അവൻ്റെ, കർമാണ്യുദാരാണി, കർമാണി ഉദാരാണിയാണ് കർമാണ്യുദാരാണി. കർമാണി എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളെ, ഉദാരാണി എന്ന് പറഞ്ഞാൽ ഉദാരമതികളായിട്ടുള്ളവർ അഥവാ മഹത്തുക്കളായിട്ടുള്ളവർ. പരിഗീതാനി, ആദരപൂർവം കീർത്തിച്ചുകൊണ്ടിരിക്കുന്നവയായിട്ടുള്ള അല്ലെങ്കിൽ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നവയായിട്ടുള്ള, ഗാനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സൂരിഭി, വിദ്വാൻമാരാൽ. ബ്രൂഹി ന ശ്രദ്ധധാനാനാം, ബ്രൂഹി എന്ന് പറഞ്ഞാൽ പറഞ്ഞു തന്നാലും, നഹ എന്ന് പറഞ്ഞാൽ ഞങ്ങളോട്, ശ്രദ്ധധാനാനാം ശ്രദ്ധാലുക്കളായിട്ടുള്ള ഞങ്ങളോട് പറഞ്ഞു തന്നാലും, ലീലയാ ദധത കലാ, ലീലയാ ലീല കൊണ്ട്, ദധത എന്ന് പറഞ്ഞാൽ ധരിച്ചിരിക്കുന്ന, എന്ത്, കലാഹ കലകളെ. അപ്പോൾ ഇവിടെ ഭഗവാന്റെ കാര്യം പറഞ്ഞത്, ഭഗവാൻ തൻ്റെ ലീല കൊണ്ടാണ് ഓരോരോ വേഷങ്ങളെ എടുത്ത് അണിയുന്നത്. ഭഗവാൻ എത്രയെത്ര അവതാരങ്ങൾ എടുത്തിരിക്കുന്നു. ഇതൊക്കെ ഇവിടെ പറയുകയാണ്, ഭഗവാന്റെ ലീല കൊണ്ട് ഓരോ വേഷങ്ങൾ മാറി മാറി അണിയുന്നത് പോലെയാണ്. ഭഗവാൻ എന്തിന് ഇത്രയേറെ വേഷങ്ങൾ കെട്ടിയെന്ന് ചോദിച്ചാൽ, ഇത് 3 ലോകങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, 3 ലോകങ്ങളുടെയും ദോഷങ്ങളെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് കാണാം. ഭഗവാന്റെ എല്ലാ അവതാരങ്ങൾക്കും നമ്മൾ പൊതുവായിട്ട് ഒരു സന്ദേശമാണ് പറയാറുള്ളത്. ഭഗവാൻ ഗീതയിൽ പറഞ്ഞതുപോലെ ദുഷ്ടജനങ്ങളുടെ നിഗ്രഹത്തിനായിക്കൊണ്ടും സജ്ജനങ്ങളുടെ സംരക്ഷണത്തിനായിക്കൊണ്ടുമാണ് ഭഗവാൻ ഈ വേഷങ്ങളെല്ലാം കെട്ടിയിരിക്കുന്നത്. ഓരോ രൂപത്തിലും ഓരോ ഭാവത്തിലും ഓരോ വേഷം കെട്ടുമ്പോഴും ഭഗവാന് വ്യക്തമായ ഒരു ഉദ്ദേശ്യമുണ്ടായിരുന്നു. ചില പ്രത്യേക ദുഷ്ടശക്തികളെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട്, അതിലൂടെ കുറേ സജ്ജനങ്ങളുടെ നന്മയ്ക്കായിക്കൊണ്ട്, അവരെ രക്ഷിക്കുന്നതിനായിക്കൊണ്ടാണ് ഭഗവാൻ ഇതൊക്കെ അണിഞ്ഞിരിക്കുന്ന ഈ വേഷങ്ങളൊക്കെ. ഇതൊക്കെ ഭഗവാന്റെ വെറും ലീലകളാണ്. നമുക്കറിയാം, ഹിരണ്യകശിപുവിനെ ഹിരണ്യാക്ഷനെയും കൊല്ലുന്നതിന് ഭഗവാൻ 2 അവതാരങ്ങൾ എടുത്തു. നരസിംഹമൂർത്തിയായിട്ടും വരാഹമൂർത്തിയായിട്ടും ഭഗവാൻ അവതരിച്ചു. അപ്പോൾ ഓരോന്നിനും ഭഗവാന് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. വരാഹമൂർത്തിയായി അവതരിക്കുമ്പോൾ ഭഗവാന് ഭൂമിദേവിയുടെ സങ്കടം തീർക്കാൻ, ഭൂമിദേവിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആയിരുന്നുവെങ്കിൽ, നരസിംഹമൂർത്തിയായിട്ട് അവതരിക്കുമ്പോൾ ഹിരണ്യകശിപുവിനെ വധിക്കുക എന്നുള്ളത് മാത്രമായിരുന്നില്ല. വരാഹാവതാരത്തിൽ ഹിരണ്യാക്ഷനെ വധിക്കുക എന്നുള്ളത് മാത്രമായിരുന്നില്ല. എന്ന് പറഞ്ഞതുപോലെ നരസിംഹമായി അവതരിച്ചപ്പോൾ ഭക്തപ്രഹ്ലാദന്റെ സംരക്ഷണം, തദ്വാര അതുവരെ വിലക്ക് കൽപ്പിച്ചിരുന്ന ഭൂമിയിലുള്ള ധാർമ്മികമായ സൽക്കർമ്മങ്ങൾക്കൊക്കെ ഹിരണ്യകശിപു എല്ലാത്തിനും വിലക്ക് കൽപ്പിച്ചിരിക്കുകയായിരുന്നു. ആ വിഷ്ണുവിൻ്റെ ശക്തി വർദ്ധിക്കുന്നത് അതിൻ്റെ പ്രധാന ഇവിടെ നടക്കുന്ന യജ്ഞങ്ങളും യാഗങ്ങളും ഒക്കെയാണെന്ന് പറഞ്ഞ് എല്ലാം നിർത്തിവെച്ചിട്ട് നാരായണ നാമം പോലും ജപിക്കുവാൻ അനുവദിക്കാതെ ഹിരണ്യായ നമ എന്ന് പറയാൻ പ്രേരിപ്പിച്ച പഠിപ്പിച്ച കാർക്കശ്യ ബുദ്ധിയോടുകൂടി നിന്ന ആ ഹിരണ്യകശിപുവിനെ വധിച്ചതിലൂടെ നാരായണ നാമം ജപിക്കുവാൻ ലോകം പഠിച്ചു എന്നല്ല, ലോകം വീണ്ടെടുത്തു. വീണ്ടും എല്ലാ സജ്ജനങ്ങളുടെയും നാവിൽ വീണ്ടും ആ നാമം മുഴങ്ങി. അങ്ങനെ ഭൂമിയിലൊന്നാകെ ഐശ്വര്യമുണ്ടായി, സജ്ജനങ്ങൾക്ക് സന്തോഷവും ശാന്തിയും കൈവന്നു. അപ്പോൾ ഭഗവാന്റെ ഓരോ അവതാരത്തിനും ഭഗവാന്റേതായ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു.
നമ്മൾ ശ്രീകൃഷ്ണാവതാരം തന്നെ എടുത്താൽ പ്രധാനമായിട്ട് നമ്മൾ പറയും കംസനെ നിഗ്രഹിക്കാനാണെന്ന്. അങ്ങനെയായിരുന്നുവെങ്കിൽ ഭഗവാൻ എത്ര അസുരന്മാരെയാണ് നിഗ്രഹിച്ചതല്ല, എത്ര അസുരന്മാർക്കാണ് ഭഗവാന്റെ കൈകൊണ്ട് മരിക്കുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചത്. തുടക്കം ഒരു സ്ത്രീവധത്തിൽ നിന്നുമായിരുന്നു. ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അവതാരത്തിലേതുപോലെ ശ്രീരാമചന്ദ്ര ഭഗവാൻ ആദ്യം നിഗ്രഹിച്ചത് താടകയാണെങ്കിൽ ഭഗവാൻ ആദ്യം നിഗ്രഹിച്ചത് ഒരു സ്ത്രീയാണ്, പൂതനയെ. ജനിച്ച് 6-ാം നാള് പൂതനയ്ക്ക് മോക്ഷം നൽകി തുടങ്ങിയതാണ് ഭഗവാന്റെ ലീലകൾ. എത്ര അസുരന്മാർക്കാണ് ഭഗവാൻ തന്നിലേക്ക് വന്നു ചേരുവാനുള്ള ഭാഗ്യം കൊടുത്തത്. അപ്പോൾ കംസ നിഗ്രഹം മാത്രമായിരുന്നില്ല ഭഗവാന്റെ ലക്ഷ്യം. അത് ഒരു പ്രധാന ലക്ഷ്യമായിരുന്നുവെങ്കിലും അതേപോലെ തന്നെ മറ്റനേകം അസുരന്മാർക്കും മോക്ഷത്തെ കൊടുക്കുവാൻ ഭഗവാൻ കാരുണ്യം ചൊരിയുകയുണ്ടായി. ഭഗവാന്റെ ആ അവതാരത്തിന് ലക്ഷ്യമുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഭഗവാന്റെ ലക്ഷ്യങ്ങൾ, ഭഗവാന്റെ ഉദ്ദേശ്യങ്ങളൊക്കെ മനസ്സിലാക്കുക അല്ലെങ്കിൽ അളക്കുക അസാധ്യമാണ്. ഒരിക്കൽ അത് നടന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഇതായിരുന്നോ ഭഗവാന്റെ ഉദ്ദേശ്യം എന്ന് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഭഗവാന്റെ സ്വതവേയുള്ള ലീല കൊണ്ട്, ലീല എന്ന ഭാവത്തിലൂടെ ഭഗവാൻ അനേകം കലകളെ ധരിച്ചിരിക്കുന്നു. ഇതൊക്കെ ഭഗവാന്റെ കലാവതാരങ്ങളായിരുന്നു. പൂർണ്ണാവതാരമായിട്ട് ശ്രീകൃഷ്ണാവതാരം ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയാറുണ്ട്. അപ്പോൾ അനേകം കലകളെ ധരിച്ചിരിക്കുന്ന ആ ഭഗവാന്റെ മഹത്തുക്കളായിട്ടുള്ള വിദ്വാൻമാരാൽ സദാ ഇങ്ങനെ പരിഗീതാനി എന്ന് പറഞ്ഞാൽ പരികീർത്തിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കീർത്തിക്കപ്പെട്ടവയായിട്ടുള്ള ഭഗവാന്റെ ഇത്തരം കർമ്മങ്ങളെ, ഓരോരോ ലീലകളെ വളരെ ശ്രദ്ധയോടുകൂടി ഭഗവാന്റെ ആ കഥകൾ കേൾക്കുവാനായിരിക്കുന്ന ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും അല്ലയോ സൂത എന്ന് ഇവിടെ ശൗനകാദി മഹർഷിമാര് പറയുകയാണ്. അപ്പോൾ ആ മഹർഷിമാരൊക്കെ എത്ര കൗതുകത്തോടു കൂടി എത്ര ശ്രദ്ധാലുക്കളായിട്ടാണ് ഇരിക്കുന്നത്. അവരുടെ ഓരോ നിമിഷവും അവർക്ക് എന്തേ വേണ്ടൂ, അവരുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുവാൻ, ശാന്തിയാക്കുവാൻ എന്ന് ചോദിച്ചാൽ ഈ ഭഗവത് കഥകൾ തന്നെയാണ്. അപ്പോൾ കേട്ടിട്ടും എത്ര പറഞ്ഞിട്ടും എത്ര കേട്ടിട്ടും അവർക്ക് തൃപ്തിയാകുന്നില്ല മനസ്സിന് എന്നുള്ളത് കൊണ്ട് തന്നെ പറയാം, ഇനിയും ഞങ്ങൾക്ക് ഭഗവാന്റെ ആ കഥകളെ, ലീലകളെ കുറിച്ച് ഞങ്ങൾക്ക് വളരെ വിശദമായി പറഞ്ഞു തന്നാലും. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തസ്യ കർമാണ്യുദാരാണി പരിഗീതാനി സൂരിഭി ബ്രൂഹി ന ശ്രദ്ധധാനാനാം ലീലയാ ദധതഃ കലാ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: തസ്യ കർമാണ്യുദാരിണി, കർമാണി ഉദാരാണിയാണ്, അവിടെ ഉകാരം ശ്രദ്ധിക്കുക, പദം പിരിക്കണ്ട. അതുപോലെ സൂരിഭി ദധത കലാ ന, ഇങ്ങനെ 4 അവിടെ വിസർഗം വരുന്നുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ ഒന്ന് ശ്രദ്ധധാനാനാം, ആദ്യത്തേത് ദായും രണ്ടാമത്തേത് ധനം എന്നുള്ളതിൻ്റെ ധായുമാണ്. വായിക്കുമ്പോൾ തെറ്റുവരാതെ വായിക്കുക. ദാ കൂട്ടക്ഷരവുമാണ്. ശ്രദ്ധധാനാനാം അത് വായിക്കുമ്പോൾ, അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വായിക്കുക. തെറ്റുവാൻ വളരെ സാധ്യതയുള്ള ഒരു വാക്കായതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത്. ഇനി അടുത്തത് 18ാമത്തെ ശ്ലോകമാണ്. അഥാഖ്യാഹി ഹരേർധീമൻ അവതാരകഥാശുഭാ ലീലാവിദധതസ്വൈരമീശ്വരസ്യാത്മമായയാം. അഥാഖ്യാഹി, അഥ ആഖ്യാഹി, ഇങ്ങനെ 2 വാക്കുകളുണ്ട് അവിടെ. അഥ എന്ന് പറഞ്ഞാൽ അനന്തരം, ആഖ്യാഹി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും എന്ന് പറയുകയാണ്. ഹരേർധീമൻ അവതാര കഥ, ഇവിടെ ചില ഗ്രന്ഥങ്ങളിൽ അത് അത്രയും ചേർത്തായിരിക്കും വന്നിരിക്കുന്നത്. ഹരേർധീമൻ അവതാര കഥ അങ്ങനെ വരുമ്പോൾ ന കൂട്ടക്ഷരമായിരിക്കും. ചില ഗ്രന്ഥങ്ങളിൽ ഹരേർധീമൻ അവിടെ ഇൻ എന്ന് കൊടുത്തിട്ട്
അവതാര കഥ എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. രണ്ടും ശരിയാണ്. അവരവരുടെ ഗ്രന്ഥങ്ങളിലുള്ളതുപോലെ അത് വായിക്കാം. ഹരേർ ധീമൻ, ഹരേ എന്ന് പറഞ്ഞാൽ ആ ശ്രീഹരി ഭഗവാൻ, ധീമൻ എന്ന് പറഞ്ഞാൽ അല്ലയോ, ധീ എന്നാൽ ബുദ്ധി, ധീമൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാനായ അല്ലയോ സൂത എന്നുള്ള അർത്ഥത്തിലാണ്. ആ ഹരിയുടെ, ഹരിയുടെ ശ്രീഹരി ഭഗവാന്റെ അവതാര കഥ ശുഭ. ശുഭ എന്ന് പറഞ്ഞാൽ വളരെ ശുഭമായിട്ടുള്ള, മംഗളകരങ്ങളായിട്ടുള്ള അവതാര കഥ, ഭഗവാന്റെ അവതാര കഥകളെ, അതായത് ഈ ഒരു ശ്രീകൃഷ്ണാവതാരം മാത്രമല്ല, ഭഗവാൻ എടുത്തിട്ടുള്ള അവതാര കഥകളെ ഒക്കെ ചേർത്താണ് ഇവിടെ പറയുന്നത്. ഈ അവതാര കഥകളെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. ലീലാവിദധത സ്വൈരം ഈശ്വരസ്യാത്മമായയ, ലീലാവിദധത, ലീല എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ലീലകളെ, വിദധത ഇങ്ങനെ ചെയ്യുന്ന, എങ്ങനെ, സ്വൈരം ഈശ്വരസ്യാത്മമായയ, സ്വൈരം ഈശ്വരസ്യ ആത്മമായയ, ഇങ്ങനെ 3 വാക്കുകൾ അവിടെ വരുന്നുണ്ട്. സ്വൈരം എന്ന് പറഞ്ഞാൽ തൻ്റെ തന്നെ ഇച്ഛ കൊണ്ട്, സ്വേച്ഛയാൽ. ഈശ്വരസ്യ എന്ന് പറഞ്ഞാൽ ഈശ്വരനായിട്ടുള്ള ആ ശ്രീഹരി ഭഗവാന്റെ ആത്മമായയ, എങ്ങനെയുള്ള തൻ്റെ തന്നെ മായയാൽ. അപ്പോൾ ആ ഭഗവാന്റെ അതിവിടെ സൂതനോട് പറയുകയാണ്, അല്ലയോ ബുദ്ധിമാനായിട്ടുള്ള സൂത, അങ്ങ് ഞങ്ങൾക്ക് ഇനി എന്താ പറഞ്ഞു തരേണ്ടത്? തൻ്റെ ഇച്ഛ കൊണ്ട് തന്നെ, അതായത് ഭഗവാനെ ആരും പ്രേരിപ്പിച്ച് ചെയ്യുന്നതല്ല. ഓരോരോ സന്ദർഭങ്ങളിൽ ഈ ലോകത്തിന് എന്താണോ ഓരോരോ കാലത്തും വേണ്ടത് അതിനനുസരിച്ച് ഭഗവാൻ തൻ്റെ ലീലകളെ സ്വയമേവ ചെയ്യുന്നതാണ്. അപ്പോൾ തൻ്റെ ഇച്ഛ കൊണ്ട്, തൻ്റെ ആത്മമായയാൽ തന്നെ, അല്ലെ, ആത്മമായ എന്ന തൻ്റെ തന്നെ മായ കൊണ്ട് ഭഗവാൻ ചെയ്യുന്ന ഇതുപോലെയുള്ള ലീലകളെ, ഈ അവതാര ലീലകളെ, അതാകട്ടെ ശുഭങ്ങളായിട്ടുള്ള, മംഗളകരങ്ങളായിട്ടുള്ള ആ ഭഗവാന്റെ, ശ്രീഹരി ഭഗവാന്റെ ഈ അവതാര കഥകളെയൊക്കെ അല്ലയോ ബുദ്ധിമാനായ സൂത ഞങ്ങൾക്കങ്ങ് പറഞ്ഞു തന്നാലും. അപ്പോൾ ഇവിടെ ഈ അവതാരം കൊള്ളുന്നത് ഭഗവാന്റെ മായയാണ് എന്ന് പറഞ്ഞു. ഭഗവാന്റെ ആ മായ കൊണ്ട് തന്നെയാണ് ഈ വിശ്വത്തില് സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇത് 3 നിലകൊള്ളുന്നതും ഭഗവാന്റെ മായയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാന്റെ മായകള്, ഇവിടെ ഭഗവാന്റെ മായാശക്തി കൊണ്ട് ഭഗവാൻ സത്യത്തിൽ 5 തരത്തിലുള്ള ലീലകളെയാണ് ഇവിടെ നടമാടുന്നത്. അതിൽ സൃഷ്ടിയുണ്ട്, സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും നമുക്ക് അറിയുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് തിരോധാനം, അനുഗ്രഹം എന്നിങ്ങനെ 5 വിധം ലീലകളെയാണ് ഭഗവാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ ഏറ്റവും ശുദ്ധരായിട്ടുള്ള ഭക്തന്മാർക്ക് ഭഗവാൻ അനുഗ്രഹ ലീലകൾ നൽകുന്നുണ്ട്. ഈ സൃഷ്ടിക്കപ്പെടുന്നവയൊക്കെയും ഭഗവാന്റെ മായ കൊണ്ടാണ് ഇവിടെ നിലനിൽക്കുന്നതും. എപ്പോൾ ഇവിടെ നിന്ന് മടക്കയാത്ര ചെയ്യണമെന്നുള്ളതും അത് ഏത് വിധത്തിലാണെന്നും നിർണയിക്കുന്നത് ഭഗവാനെ അവിടുന്നാണ്. എല്ലാം അവിടുത്തെ ലീലയാണ്, മായയാണ്. അങ്ങനെ സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം എന്നിങ്ങനെയുള്ള ഈ മംഗളകരങ്ങളായിട്ടുള്ള 5 വിധം ലീലകളെയും ഭഗവാൻ തൻ്റെ ഓരോ അവതാര ലീലകളിലും ആടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ മത്സ്യാവതാരം മുതൽ ഇങ്ങോട്ടുള്ള ഓരോ അവതാരങ്ങളിലെടുത്താലും ഭഗവാൻ ഇതൊക്കെ ഇങ്ങനെ 5 പ്രകാരത്തിൽ നടത്തുന്നുണ്ട് എന്ന് കാണാം. അതുകൊണ്ട് അതൊക്കെ ഞങ്ങൾക്ക്, അല്ലയോ ബുദ്ധിമാനായ സൂത, ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. അഥാഖ്യാഹി ഹരേർധീമൻ അവതാര കഥാ ശുഭാ ലീലാവിദധതസ്വൈരമീശ്വരസ്യാത്മമായയാ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഹരേർധീമൻ, ധ എന്ന അക്ഷരം വായിക്കുമ്പോൾ ശ്രദ്ധിച്ചു വായിക്കുക. അത് കുറച്ച് കട്ടിയിൽ തന്നെ വായിക്കേണ്ടതാണ്.
പിന്നെ അടുത്തത് അവതാരകഥ, ശുഭ, വിദധത. ഇവിടെയൊക്കെ വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അടുത്തത് സ്വൈരമീശ്വരസ്യാത്മമായയ. അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. സ്വൈരം ഈശ്വരസ്യാണ്, മായയുടെ ഈകാരം നീട്ടിയെടുക്കുക. അതുപോലെ ഈശ്വരസ്യ ആത്മമായയ, അതുകൊണ്ട് അകാരം അവിടെ നീട്ടിയെടുക്കേണ്ടതുണ്ട്. അപ്പോഴേ അവിടെ ആത്മമായയ എന്ന് ആവുകയുള്ളൂ. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ശ്ലോകത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് വായിക്കുമ്പോൾ. ഇനി അടുത്തത് 19ാമത്തെ ശ്ലോകമാണ്. അത് ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.